നമ്മളിന്ന് കണ്ണൂരേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള പോവുകയാണ്. അപ്പം മോളെ കൂട്ടിയിച്ചില്ല, ഇന്ന് മഴയിലല്ലേ പുറത്ത് പോകുമ്പോൾ. ഇപ്പം ഒരു പനി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന, അതുകൊണ്ട് കൂട്ടിയിട്ടില്ല. അതാണെങ്കിൽ മുട്ടാൻ ട്രാഫിക്കാണ്. അയ്യോ കുലുങ്ങി, നല്ല ട്രാഫിക്കിൽ പെട്ടിട്ട് ഏകദേശം 3/4 മണിക്കൂറോളായി നമ്മൾ ഇങ്ങനെ ഉരുട്ടി വരുന്നത്. നല്ല പുതിയ സ്റ്റാൻഡിലേക്ക് ആ ഒരു ഏരിയയിലെല്ലാം കണ്ണൂർ പ്രഭാത് തൊട്ടിട്ട് നമ്മളെ താവക്കര വരെ നല്ല രീതിയിൽ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലേ കേട്ടോ, ക്ലച്ച് ചവിട്ടി കാല് പോയി എന്ന് പറയുന്നത്. ഇത് ആദ്യം ട്രാഫിക് കിട്ടിയിട്ടുണ്ട്, ഫുള്ള് ട്രാഫിക്കിൽ തന്നെ. എന്താ സംഭവം എന്നറിയില്ല. ഇത് സമയം എത്രയായത്? 5 മണിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പം ട്രാഫിക്കിൽ പെട്ടിട്ട് നമ്മളിങ്ങനെ ഉരുട്ടി വരുകയും ഇതെവിടെയും ട്രാഫിക്കാ, എല്ലായിടത്തും ട്രാഫിക്കാ. അപ്പം നമ്മൾ നേരെ ഒന്ന് കല്യാൺ സിൽക്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കണം, എപ്പോഴെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങും. അപ്പം ഉള്ളത് അതെല്ലാം വാങ്ങിക്കാന്ന് നോക്കി. അപ്പൊ ഇനി എന്തായാലും ഷോപ്പിൽ പോയിട്ട് കാണാം. അപ്പം ഇതാ പറഞ്ഞതുപോലെ ട്രാഫിക്കിൽ ഇതാ ഉരുട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണെന്നറിയില്ല, അന്ന് ഭയങ്കര ട്രാഫിക് ആയിരുന്നു അന്നത്തെ ഒരു ദിവസം. വണ്ടിയിൽ ഇരുന്നിരുന്ന് ശരിക്കും പറഞ്ഞാൽ മടുത്തുപോയി. മോളെ കൂട്ടിയിട്ട് കൂടിയാണ് വന്നതെങ്കിൽ ശരിക്കും വിട്ടുപോയേനെ. കാരണം കുറേ സമയമൊന്നും മോളിങ്ങനെ വണ്ടി മൂവ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കൂല. അപ്പം ഇതെങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ ഏകദേശം സ്റ്റേഡിയം ഒക്കെ എത്തുന്നത് വരെ, താവക്കര റോഡ് ഇങ്ങനെ കഴിഞ്ഞ സ്റ്റേഡിയമൊക്കെ എത്തുന്നത് വരെ ട്രാഫിക് ആയിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ഇതാ കല്യാൺ സിൽക്സിലേക്ക് വന്നിട്ടുണ്ട്. കല്യാൺ സിൽക്സ് എത്തിയപ്പാട് തന്നെ ഏട്ടൻ്റെ കൂടെ മുന്നത്തെ ഷിപ്പിൽ വർക്ക് ചെയ്ത സെക്കൻഡ് എഞ്ചിനീയറെ കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. ആൾക്കപ്പോൾ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചമ്മലാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിവായിട്ടുണ്ട്. ആളും വൈഫും കുട്ടികളും പിന്നെ അവരുടെ ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വേഗം കുറച്ച് അവരുടെ കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നേരെ കിഡ്സ് സെക്ഷനിലോട്ടേക്ക് പോയി. ആദ്യം മോളുടെ കാര്യങ്ങൾ തന്നെയാണല്ലോ പ്രയോറിറ്റി. അപ്പം നമ്മൾ മോൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് പോയതാണ്. അപ്പം നല്ല ഇതിങ്ങനത്തെ പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പറയാം, മോൾക്ക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും എന്നൊക്കെ. പിന്നെ നല്ലൊരു മിറർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ മിറർ വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. അങ്ങനെ നമ്മുടെ കുറച്ച് ഷോയൊക്കെ നടന്നു. അതിനുശേഷം നമ്മൾ മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഏട്ടനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. നേരെ ജെൻസിൻ്റെ സെക്ഷനിലോട്ടേക്ക് പോയി. അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലേഡീസിൻ്റെ നമ്മൾക്കും കൂടി എടുക്കണമല്ലോ. അപ്പോൾ ഫൈനലി എൻ്റെ ആ ഒരു സെക്ഷനിലോട്ടേക്ക് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനാണെങ്കിൽ സൈഡിൽ ഫോണും നോക്കി ഇരിക്കുകയാണ്. കാരണം ഞാൻ എടുക്കുമ്പോഴേക്ക് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേ എന്തൊക്കെയാണ് ഡ്രസ്സ് എടുത്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മുടേതാ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തിയത്. എത്ര പെട്ടെന്ന് ആ ടൈം പോയെന്ന് അറിയില്ല. ഏകദേശം നമ്മൾ ഇറങ്ങുമ്പോഴേക്ക്, ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് 8 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാ വരുമ്പോൾ നല്ല വ്യൂ ആണ്. എനിക്കിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിങ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം അവിടെ ആഡി സെയിൽ നടക്കുന്നുണ്ട്. ആഡി സെയിലിൽ കുറച്ച് ഡ്രസ്സസിനൊക്കെ നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് റോഡിലേക്ക് ഇറങ്ങിയതും ട്രാഫിക് പിന്നെയും പെട്ടു. ഇന്ന് എന്താണെന്നറിയില്ല, ഈ ഒരു റോഡ് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡ്, അവിടെ ഫുള്ള് സ്റ്റേറ്റ് ബാങ്ക് റോഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്ന താവക്കര അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ഫുള്ള് ഇന്ന് ട്രാഫിക്കാ. ഡ്രൈവർ ഇവിടെ പോസ്റ്റായി. നമ്മൾ ഓർക്കാണ്ട് വരുമ്പോൾ ഇതിലൂടെ തന്നെ വന്നുപോയി. നല്ല ട്രാഫിക്കിലാ പെട്ട് നിൽക്കുന്നത്. കുറച്ചിപ്പം നമ്മൾ ഡിലേ ആയിപ്പോയി, ലേറ്റ് ആയി പോയിട്ടുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഷോപ്പിംഗ് അവിടെ നിന്ന് പർച്ചേസിംഗ് എല്ലാം കഴിയുമ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇറങ്ങിയത് ഇവിടെയും പോസ്റ്റായി റോഡിൽ. ഇന്നെന്തോ ഭാഗ്യത്തിന് മഴയില്ല ഇന്നല്ലേ. മഴയില്ലാത്തോണ്ട് രക്ഷപ്പെട്ട്. ഇല്ലേ ക്ലാസ്സും തുറക്കാണ്ട് മഴയൊത്ത് ചടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ തന്നെ ബോറായണേ. ഇപ്പോഴും റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ഈ ഷോപ്പിന്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം ആണ്. ഇവിടുന്ന് എനിക്കൊന്ന് പണ്ടൊക്കെ നമ്മൾ നടന്നു പോകുന്ന സമയത്തൊന്നും ഇത്ര ഷോപ്പൊന്നുമില്ല. ഇപ്പൊ കണ്ടമാന ഷോപ്പാണ് ഫുൾ. അതും ജ്വല്ലറി, റീഗൽ ജ്വല്ലറി. നമ്മൾ അതിൻ്റെ എല്ലാം അടുത്താട്ടെ ഇപ്പം ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ വേറെ എന്തോ ഒരു ജ്വല്ലറി ഉണ്ട്. അതും എന്താ പേരെന്താ, എന്തൊക്കെയോ ജ്വല്ലറി ഉണ്ട്. അതിന്റെ തൊട്ടോ അടുത്ത്
പിന്നെ മലബാർ ഗോൾഡ് ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് കല്യാൺ ഉണ്ട്. ഫുള്ള് കുറെ ജ്വല്ലറീസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഗോൾഡിന്റെ റേറ്റ് കൂടി വരുന്ന, ജ്വല്ലറിന്റെ എണ്ണവും കൂടി വരുന്നുണ്ട്. ഈ ഒരു ഏരിയ ഇപ്പൊ ഫുള്ള് ജ്വല്ലറീസ് ആയി. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ റീഗൽ, പിന്നെ വേറെ ഏതോ ഒന്നുണ്ട് മെറാൾഡ ജ്വൽസ്, റീഗൽ ജ്വല്ലറി, പിന്നെ കല്യാൺ, മലബാർ, അതൊരു ഫുള്ള് ഇതിന്റെ ജ്വല്ലറിന്റെ ഏരിയ ആയിട്ട് മാറി. അപ്പൊ നല്ല രസമുണ്ട് ഇങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട്. പിന്നെ വാൻ ഹൂയിസിന്റെ ഷോപ്പ് ഉണ്ട്. ലൈറ്റ് ഇതാ പറഞ്ഞ റീഗൽ ജ്വല്ലേഴ്സ്. ഇതെല്ലാവർക്കും കണ്ണൂരിൽ ഉള്ളവർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. പുതിയ സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ ഈ റൂട്ട് വഴിയല്ലേ പോകുന്നത്, അറിയായിരിക്കും. അപ്പോഴേ ഇവിടെ ആ ട്രാഫിക്കിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത്. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് സത്യം പറയാലോ എന്തോ രക്ഷപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ട്രാഫിക് ആയിരുന്നു. സാധാരണ ഇവിടെ നിന്ന് അങ്ങനെ ട്രാഫിക്കിലൊന്നും ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല, പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ട്രാഫിക്. പറയുമ്പോൾ ഒരു ജ്വല്ലറി പറയാൻ മറന്നു. അതിന്റെ ഉള്ളിലോട്ട് ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്, കൃഷ്ണ ജ്വല്ലേഴ്സ്. അത് കുറച്ച് ഉള്ളോട്ട് വേണം. നമ്മളെ മോളുടെ കാതുകുത്തിയത് അവിടെ നിന്നായിരുന്നു, കൃഷ്ണ അവിടെയുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതാ കൃഷ്ണ ജ്വൽസിന്റെ ബോർഡ്, കൃഷ്ണ. അപ്പോഴിതാ പ്രഭാതിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. പിന്നെ ട്രാഫിക്കിൽ പെട്ട് കുറേ നമ്മൾ ലേറ്റ് ആയി. മോള് വീട്ടിലേക്ക് അറിയണ്ടെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പിന്നെ ഇവിടെയും കയറാനൊന്നും നിന്നിട്ടില്ല, നേരെ വീട്ടിലേക്ക് പോവാണ് ചെയ്തത്. അപ്പോഴും